നമസ്കാരം. യൂഷ്വലിൽ നിന്നും ഒത്തിരി ഞാൻ ഇന്ന് ബ്ലഷ് ചെയ്തിട്ടുണ്ടാവും, ഒത്തിരി എക്സൈറ്റഡ് ആണ്, ഒപ്പം തന്നെ ഒരു അല്പം അല്ല കുറച്ച് കൂടുതൽ തന്നെ ടെൻഷനുമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മലയാളത്തിന്റെ എക്കാലത്തെയും മെഗാ സ്റ്റാറിന്റെ കൂടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വർഷം എന്ന ലേറ്റസ്റ്റ് മൂവിയുടെ ക്രൂ മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം the one and only handsome മമ്മൂക്ക. വെൽക്കം മമ്മൂക്ക. ഇപ്പൊ ഇയാളെ കണ്ട പോലെ നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല, പെട്ടെന്നൊരു ബോംബ് പൊട്ടി. നമ്മളിങ്ങനെ പറയണേ, നമ്മളിതുപോലെ സംസാരിക്കും, നമ്മൾ കണ്ടിപ്പോയി. അപ്പോൾ നമുക്ക് തുടങ്ങാം. മമ്മൂക്ക ഒരു പുതിയ കയറ്റി പറഞ്ഞല്ലേ, അല്ല ഭയന്നിരിക്കുകയായിരുന്നു എങ്ങനെ ഉച്ചവെളിയിലേക്ക് വരും. ഞങ്ങൾ പക്ഷെ ഞെട്ടിപ്പോയി. താങ്ക് യു. അപ്പോ സുനിൽ സുഗതയിൽ ഒന്ന് ആരംഭിക്കാം. സുനിൽ സുഗത, ഈ പടത്തിൽ എന്ത് റോളാണ് നിങ്ങൾ അഭിനയിക്കുന്നത്? ശംഭു പണിക്കർ എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. ശംഭു പണിക്കർ ആരാണ്? ശംഭു പണിക്കർ ഒരു ബാങ്കിലെ മാനേജറാണ്. വീട്ടുപേരെന്താണ്? വീട്ടുപേര് സിനിമയിലില്ല, പക്ഷെ പറഞ്ഞേക്കാം, അതിന്റെ അവസാനം പറയാം. ഉണ്ടാക്കി സസ്പെൻസ് ആണ്. കുടുംബത്താരൊക്കെയാണ്? ഫാമിലി എന്ന് പറയാൻ മകൻ മാത്രമേ ഉള്ളൂ, ഭാര്യ മരിച്ചുപോയി. ഭയങ്കര ഫ്രീഡമാണ്, വേറെ ആരുമില്ല. അത് സിനിമയിൽ പറയുന്നില്ലെങ്കിലും ഉണ്ടായിരിക്കാം. സിനിമയിൽ പ്രതിപാദിക്കുന്നില്ല. ഇല്ല, പ്രതിപാദിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം വളരെ സരസനായ ഒരു ക്യാരക്ടറാണ്. ഇവര് കഷണ്ടി ഒക്കെ വെച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. അതെ, ഈ ശരത്തും താമസിക്കുന്ന സൊസൈറ്റിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റാണ്. അതേപോലെ അവിടെ ഒരു ലാഫിംഗ് ക്ലബ്ബ് നടത്തുന്നുണ്ട്. ആളിങ്ങനെ കുറേ ആക്ടിവിറ്റീസുള്ള ഭയങ്കര എപ്പോഴും ആക്റ്റീവായി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. മമ്മൂക്ക അവതരിപ്പിക്കുന്ന വേണു എന്ന കഥാപാത്രത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പുള്ളിക്ക് എന്ത് വിഷമം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് തല്ലുകൂടിയൊക്കെ ചെയ്യുന്നൊരു ക്യാരക്ടർ, ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ചൊരു ട്രാജിക് ഒരു സൈഡുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, അദ്ദേഹത്തിന് കുറച്ച് ഒരു രോഗമുണ്ട്, മാറാത്തൊരു രോഗമുണ്ട്. അതിൻ്റെ ഒരു ചികിത്സയ്ക്കായിട്ട് ആൾ കുറച്ച് ടെൻഷനിലാണ്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ ജോളിയായി നടക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ ശംഭു പണിക്കർ. ശംഭു പണിക്കരിൽ നിന്നും തിരിച്ച് നമുക്ക് വേണുവിലേക്ക് വന്നാലോ? അതിനപ്പുറത്ത് നന്ദിനി ആണ്. നന്ദിനി കടക്കാതെ വേണുവിലേക്ക് വന്നാൽ വേണുവിന് സങ്കടാവുക. ആശ് ചേച്ചി, നന്ദിനി എന്ന കഥാപാത്രമായി മാറുമ്പോൾ, വേണുവിന്റെ സ്വന്തം നന്ദിനി ആകുമ്പോൾ എന്തൊക്കെയായിരുന്നു ഒരുക്കങ്ങൾ? രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക ക്രമങ്ങളിലാണ് കഴിച്ച് കുളിച്ച് അമ്പലത്തിൽ പോയി കുറിയൊക്കെ തൊട്ട് ഒരു 1.5 മുണ്ടൊക്കെ എടുത്ത് മുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ട് 2 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് 1 മണിക്കൂർ യോഗ, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എക്സസൈസ്, അത് കഴിഞ്ഞൊരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ തലേദിവസം ഉണ്ടാക്കി അരച്ച് വെച്ചിരിക്കുന്ന ദോശയുടെ മാവെടുക്കുക, ദോശക്കൽ തുറക്കുക, ദോശയിൽ 2 ദോശ കൊടുക്കുക, ആ കുട്ടിക്ക് കൊടുക്കുക. വേണു ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷിക്കില്ല. പിന്നെ ഇത്ര റെസ്പോൺസിബിൾ മദറാണ്. ഇതാണ് ഒരുക്കങ്ങൾ. ഇനിയിപ്പോ കഥയിലേക്ക് കടക്കും. 2 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആക്കിയ ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ. 4 സിനിമ എടുത്തിട്ടുണ്ട്. 4 ഫിലിംസ്. 4 സിനിമ എടുത്തിട്ടുണ്ടോ? ക്ഷമിക്കുക. ഓക്കെ, രഞ്ജിത്ത് ഏട്ടാ, വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പേരാണ്. പ്രകൃതിയെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വർഷം എന്ന ചിത്രത്തിന് പ്രകൃതിയുമായി എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? രഞ്ജിത്ത് പെട്ടു. വർഷം നമ്മൾ മഴ എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്തത്. അർത്ഥത്തിനെ ചോദിച്ചത്. മഴ തീർച്ചയായും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഈ ഒരു പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഋതുഭേദങ്ങൾ, ഇതിലെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തുള്ള വ്യാഖ്യാനങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൻ്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു സിനിമയൊന്നുമില്ല. അല്ല, പ്രകൃതിയോട് പ്രത്യേകിച്ച് ഇണക്കമില്ല മടക്കമില്ല. പേരിൽ പ്രകൃതി അല്ലല്ല. ഈ മഴയെന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, പ്രകൃതിയല്ല. മഴ നമുക്ക് ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതൊന്നുമല്ല. നമ്മുടെ കടലിലെ വെള്ളം നീരാവിയായി ഭൂമിയിൽ പെയ്യുന്നതാണ് മഴ, വർഷം. അപ്പോൾ അത് പ്രകൃതി നമുക്ക് മനുഷ്യൻ വിചാരിച്ചാൽ മഴയില്ലാണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിലിപ്പോൾ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ മറ്റേ മരങ്ങൾ വിട്ട് നശിപ്പിക്കുന്നു, മലകൾ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമ്മുടെ പശ്ചിമ ഘട്ടങ്ങളിൽ പോയി തട്ടി ഇവിടെ വന്ന് മഴ പെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള മഴ അതൊക്കെ അറിയാമോ? ഇങ്ങനെ എവിടെ എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്?
എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? നമ്മുടെ ഭൂമിയിലത്തെ ആ ഒരു ചൂട് കാരണം നമ്മളുടെ ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു മുകൾ ലെയർ ഇവോപ്പറേറ്റ് ചെയ്ത് പോയി അത് പിന്നെ ക്ലൗഡ്സായി മാറി മെല്ലെ തണുത്ത് മഴയായിട്ട് പെയ്യുന്നു. ഇങ്ങനെ പോയാൽ എത്ര കാലം മഴ പെയ്യും? അതെ, ഇത് പശ്ചിമഘട്ടങ്ങളിൽ തട്ടി മഴയാകുന്നു എന്നൊരു കഥ കൂടെ ഉണ്ട്. അപ്പം അവിടുത്തെ മലകളും മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് മഴ ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മഴ പെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യത്തിന് മഴയുണ്ട്, അത്യാവശ്യത്തിന് മഴയുണ്ട്, ആവശ്യത്തിനും കൂടുതൽ മഴയുണ്ട്. സിനിമയിൽ മഴയുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മഴക്കാലങ്ങൾ പലപ്പോഴും പല കാരണങ്ങളും പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ സിനിമയിൽ 4-5 പ്രാവശ്യം മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന കാലത്തൊക്കെ ഈ പ്രധാന കഥാപാത്രം വേണു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള, നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ആ മാറ്റങ്ങളുടെ ഒരു മീറ്റർ അല്ലേ, ഒരു മാപിനി പോലെയാണ് ഇന്നത്തെ വർഷം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളത് മനഃപൂർവ്വം ചെയ്തതല്ല. ആ സമയത്തൊക്കെ മഴ പെയ്യുന്നത് പോലെ നമുക്ക് തോന്നും, മഴ ഷൂട്ട് ചെയ്യും. അതായത് ഈ വീടിനപ്പുറത്തേക്ക് വേണുവിൻ്റെ മഴ കാണുന്നില്ല. വേണുവിൻ്റെ കാഴ്ചപ്പാടുള്ള, വേണുവിൻ്റെ വ്യൂ പോയിന്റിൽ, വേണു വീടിൻ്റെ ടെറസിൽ നിൽക്കുമ്പോൾ അവിടെ കാണുന്ന മഴ മാത്രമേ സിനിമയിലുള്ളൂ. അത് അയാളുടെ ജീവിതത്തിന് മാത്രം ബാധിക്കുന്നത്. അതുകൊണ്ടാണ് മഴ ഇയാളുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കുകയോ എന്തെങ്കിലും ഭാഗമായി മാറുന്നത്. പക്ഷേ ഒരു കഥാപാത്രം പോലെയാണ് മഴ. മഴ വരുന്ന സമയത്തൊക്കെ ഇയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പോൾ ഇതിൽ മമ്മൂക്ക ഡബിൾ റോളിലാണ്, ദാറ്റ് ഈസ് ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ. ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ ഉണ്ട്. അത് പ്രൊഡ്യൂസർ എന്നായിരിക്കും അതെ അല്ലേ? എനിക്ക് വയ്യ. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഡബിൾ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വർഷത്തിലേക്ക് മമ്മൂക്കയെ ആകർഷിച്ച കാരണം എന്തൊക്കെയാണ്? നിർമ്മാതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖല വഴിയും ഒരു അഭിനേതാവ് എന്ന വഴി? ഒന്നിലേക്ക് ആലോചിക്കുമ്പോൾ കഥയും കഥാപാത്രമാണ്. നിർമ്മാതാവ് എന്നതിൽ പ്രത്യേകിച്ച് ആകർഷണമൊന്നും ഉണ്ടായില്ല. രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുകൂടി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ആകർഷണമൊന്നും ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് ആൾ കൊണ്ടുപോകണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫുൾ ക്രെഡിറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇക്കയിൽ നിന്നും തിരിച്ച് വിനോദേട്ടനിലേക്ക് വരുമ്പോഴത്തേക്ക്, വിനോദേട്ടൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു നർമ്മരസമാണ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. ഒരു നർമ്മം തന്നെയാണോ ഞങ്ങൾ ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കേണ്ടത്, അതോ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? ഒരിക്കലും നർമ്മം പ്രതീക്ഷിക്കണ്ട. നർമ്മം കഴിഞ്ഞ സിനിമകളിലൊക്കെ ഞാൻ ചെയ്ത കൊച്ചു കൊച്ചു വേഷങ്ങൾ നർമ്മം തന്നെയായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അസ്ലം എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. 2 കുട്ടികളും ഭാര്യയൊക്കെ ആയിട്ട് കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു ഇക്കയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു എമൗണ്ട് വേണം. അപ്പോൾ അതിനുവേണ്ടി പലരുടെ അടുത്തും നടക്കുന്നു. അവസാനം എനിക്കത് മമ്മൂക്ക തരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരു കഥയാണ്. വളരെ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഈ ഒരു മൂവി, വർഷം എന്ന മൂവി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് ഞാൻ തിരിച്ച് വീണ്ടും വരികയാണ്. സ്പെഷ്യലി 2 പേരും പ്രൊഡ്യൂസേഴ്സ് 2 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രൊമോഷൻ വഴിയാണ്. ആൻഡ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫ്ലക്സുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലേ? അതിൻ്റെ പിന്നിലത്തെ ആ ഒരു ഫ്ലക്സിന്റെ പിന്നിലോ അല്ല, ആ ഒരു രീതിയിലേക്ക് എത്തിയത് എന്തോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫ്ലക്സിന്റെ പിന്നിൽ ഉപയോഗിക്കാത്തതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ഒഴിഞ്ഞു കിട്ടുമല്ലോ, അതാണ് പ്രധാനമായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഫ്ലക്സിൽ ഇത്തിരി കുഴപ്പങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് വരുന്നവരെ ഫ്ലക്സ് വരും. ഇപ്പോൾ എന്താ പറയുക, എക്കോ ഫ്ലക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ചിലപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഉള്ള ഫ്ലക്സിനകത്ത് അത്രയും രാസങ്ങൾ ഉണ്ടാകുന്ന എന്തോ കുഴപ്പങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടു. പിന്നെ ചുരുക്കി പറഞ്ഞാൽ അതൊരു സാമ്പത്തിക ബാധ്യത കൂടെയാണ്, കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടെയാണ്. ഇപ്പോൾ എക്കോ ഫ്ലക്സ് വരും, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് വരും. ഒന്നുകൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ എക്കോ ഫ്ലക്സ് ഇതേ ഫ്ലക്സിൻ്റെ മെഷീനിൽ അടിക്കാൻ പറ്റും, ഇതേപോലത്തെ ഭംഗി ഉണ്ടാകുകയും ചെയ്യും. അതേ സമയത്ത് അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫ്ലക്സാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ പുറകെ അതിൻ്റെ പുറകിന് പോകുന്നതിന് മുമ്പേ ഒരു പുതിയ ടെക്നോളജി ഓൾറെഡി ഇവിടെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് മമ്മൂക്ക ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആണെന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബ്രെയിൻ ആണോ ഈ വാട്സാപ്പിലൂടെ പാട്ടും ട്രailersഉം പ്രൊമോ ആയിട്ട്, ദാറ്റ് ഈസ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു രഹസ്യം?
അതെ, കാരണം ഇതിൽ ആദ്യം തന്നെ പറഞ്ഞാൽ നമ്മളിതിൻ്റെ ലോഞ്ച്, ഇതിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ചിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ മമ്മൂക്കയാണ് പറഞ്ഞത് ഇത് വേറെ ആരും അത് ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ മമ്മൂക്കയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ ഇതുപോലത്തെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിലൊക്കെ ക്ലിക്ക് ചെയ്ത് അങ്ങനെയല്ല അത് ലോഞ്ച് ചെയ്യേണ്ടത്. അത് ആക്ച്വൽ കാണിക്കുന്ന തിയേറ്ററിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുറച്ച് പേരെ ഒരു 10-100 പേരെ കാണുള്ളൂ. പക്ഷെ അവരെങ്കിലും അതിൻ്റെ കൃത്യമായിട്ട് സിനിമ തിയേറ്ററിൽ കാണുന്ന പോലെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ നമ്മൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം കണ്ടന്റ് റെഡിയാക്കാനും ലോഡ് ചെയ്യാനല്ല. പക്ഷേ അത് നമ്മൾ നേരത്തെ അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടായിരുന്നതുകൊണ്ട് പ്ലാൻ ചെയ്യുകയും അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. വാട്സപ്പ് അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള സെക്കൻഡ് സോങ് റിലീസ് ഇതും ഇതുപോലെ തന്നെയുള്ള ഒരു ആലോചന. അതിന് വർഷത്തിന്റെ ടീം മെമ്പേഴ്സിനെല്ലാം മമ്മൂക്കയ്ക്ക് സ്പെഷ്യലി ഒരു കയ്യടി. മമ്മൂക്കയോടൊപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു ടെൻഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയായിരുന്നു മമ്മൂക്ക എന്ന വ്യക്തി സെറ്റിൽ ആസ് വേണു ആൻഡ് ഇൻഡിവിജ്വൽ ആശി ചേച്ചിയെ ഹെൽപ്പ് ചെയ്തത്? വേണുവും നന്ദിനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ട്. സോ ഓൾ മിക്സ്ഡ് ആണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അങ്ങനെയാണ് അവരുടെ ജീവിതം ഉള്ളത്. മമ്മൂക്ക വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സണാലിറ്റിയാണ്. എനിക്ക് ആസ് യൂഷ്വൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു നടനാണല്ലോ, എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാൻ അദ്ദേഹം സംവിധായകനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പേടി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് മമ്മൂക്കയാണെന്ന് ഞാൻ വിചാരിക്കാതെ വേണു തന്നെയാണെന്ന് വിചാരിച്ചാണ് പിന്നീടുള്ള അഭിനയം അങ്ങോട്ട് മുമ്പോട്ട് പോയത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെയാകുമ്പോഴല്ലേ നമുക്ക് ആ ഒരു വളരെ വളരെ സപ്പോർട്ടീവായിരുന്നു, വളരെ സപ്പോർട്ടീവായിരുന്നു. അതിലെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. ഒരു ഈസി ത്രൂ. വെരി മച്ച്. തിരിച്ച് രഞ്ജിത്തേട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് പാട്ട്, ഈ മൂവിയിലെ പാട്ട് ഓൾറെഡി ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ബിജിലാൽ സാറാണ് ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ബിജിപാൽ. അപ്പോൾ അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് ഈ ഒരു മ്യൂസിക് ഫീൽഡിലേക്ക് തിരഞ്ഞെടുത്തത്? അദ്ദേഹത്തിൻ്റെ കൊള്ളരുതായ കൊണ്ടാണ്. ബിജിപാലിന് പണി കൊടുക്കണം. ബിജിപാൽ ഒരു നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം അയാൾ ഈ സിനിമയിലോട്ട് വരുന്നുള്ള ഈ സിനിമയ്ക്കുള്ളൊരു മെറിറ്റാണ് അയാൾ കിട്ടുന്നു എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ അയാളെ ചൂസ് ചെയ്യേണ്ട, അതിനൊക്കെ അപ്പുറത്തേക്കാൾ വളർന്നു കഴിഞ്ഞു. പിന്നെ ബിജി നല്ലൊരു സുഹൃത്താണ്. എൻ്റെ 4 സിനിമകളിലും ബിജിയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി അല്ല, ഒരു കെമിസ്ട്രി ഒന്നുമില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സൗഹൃദമാണ്, ഒരു ബന്ധമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാവുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്നാണ് എപ്പോഴും ഒരു ഔട്ട്പുട്ട് വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിജിയായിട്ട് അതുണ്ട്. അപ്പോൾ നമുക്കൊരു കുഴപ്പം ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം ബിജി ഈ സിനിമയ്ക്ക് ഇനി ഇതല്ലായിരുന്നെങ്കിൽ പോലും ബിജിപാൽ അല്ലാതെ വേറൊരു ഓപ്ഷൻ എൻ്റെ മുമ്പിലില്ലായിരുന്നു. അത് ഈ സിനിമയുടെ സംഗീതവും ഈ സിനിമയുടെ അവസ്ഥയും അത്രയും ബിജിക്ക് സൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിനിമയിലെ പാട്ടുണ്ടല്ലോ, 2 പാട്ടുണ്ട്.